അത് മതി. Praise the Lord. Reading from John chapter 8 verse 31. To the Jews who had believed him, Jesus said, if you hold to my teaching, you are really my disciples. Praise the Lord. ഇന്ന് പൽക്കാലം അല്പസമയം നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നതായ സബ്ജക്റ്റ് എന്തെന്ന് ചോദിച്ചാൽ, ഒരു സത്യശിഷ്യൻ്റെ സ്വഭാവ വിശേഷതകൾ എന്നുള്ളതായ വിഷയങ്ങളോട് ബന്ധത്തിലാണ് ചില കാര്യം പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. This morning I want to share with you on the topic the characteristics of a true disciple. ആമേൻ. ഒരു സത്യശിഷ്യനായിരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. It's not easy to be a true disciple. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതായ ഒരു കഥയോട് സാമ്യപ്പെടുത്തിയ ഒരു കാര്യം കൂടെ ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. I want to talk to you related to a story I shared the കഴിഞ്ഞ other day. ദിവസം ഞാൻ ഒരു സോൾജിയറിന്റെ കാര്യം, എൻ്റെ ഡിസിപ്ലിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. I spoke about a soldier and his discipline. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു സോൾജിയറിന്റെ കാര്യം ഞാൻ ഇന്ന് പൽക്കാലം ഓർപ്പിക്കുവാൻ തക്കവണ്ണം And താല്പര്യപ്പെടുന്നു. this morning I want to talk about another soldier. ഈ സോൾജിയറിനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ സോൾജിയറിൻ്റെതായ യൂണിഫോം വളരെ ഇഷ്ടമാണ്. Now this peculiar about the soldier is he loved his uniform. അപ്പോൾ ഈ സോൾജിയറിന് പ്രത്യേകിച്ച് ഈ സോൾജിയറിൻ്റെതായ യൂണിഫോം ഇട്ടുകൊണ്ട് അത് വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന ബഹുമാനത്തെക്കുറിച്ചും വളരെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. And he liked the respect that he got when he wore the uniform and went places. എങ്ങനെയോ ഇദ്ദേഹത്തിന് ഒരു യൂണിഫോം കിട്ടി. Now somehow he got a uniform. ആ യൂണിഫോം ഇട്ടുകൊണ്ട് താൻ നടക്കാൻ തുടങ്ങി. And so he started walking with this uniform. അപ്പം ചില ദിവസങ്ങൾ അങ്ങനെ താൻ നടന്നു. അങ്ങനെ കുറേ ദിവസം താൻ തൻ്റെ ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോയി. And he continued wearing this uniform in different places. അപ്പോൾ പോകുന്നിടത്തൊക്കെയും ആൾക്കാർ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ തുടങ്ങി. Now wherever he went, he got the respect of the people. പോകുന്നിടത്ത് ചിലർ അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുക്കുവാൻ തുടങ്ങി. Some even saluted him. ചിലർക്ക് പലരും പലവിധത്തിലുള്ളതായ ഓഫറൊക്കെ കൊടുക്കുവാൻ തുടങ്ങി. And many made even offers to him. എന്നാൽ ഒരു ദിവസം താൻ സന്ദർശിച്ചാൽ ഒരു ക്യാപ്റ്റൻ, ഒരു കമാൻഡറിനെ കാണുവാൻ തക്കവണ്ണം ഇടയായി. Now one day incidentally he met a commanding officer. അപ്പോൾ ആ കമാൻഡർ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. And this officer asked this man few questions. നിങ്ങൾ ഏത് യൂണിറ്റിലാണ് ഉൾപ്പെട്ടിരുന്നത്? He asked him, which unit do you belong to? നിങ്ങളുടെ പരിശീലനം, നിങ്ങളുടെ ട്രെയിനിങ് എവിടെയായിരുന്നു? Where was your training? നിങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർ ആരായിരുന്നു? Who was your commanding officer? ഈ ചോദ്യങ്ങൾക്കൊന്നും യൂണിഫോം ഇട്ടതായ ഈ ചെറുപ്പക്കാരന് മറുപടി വരുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. Now this man in uniform could not respond to these questions. അതുകൊണ്ട് താൻ ആകപ്പാട് പരങ്ങില്ലായി. And he was confused and perplexed. ഞാൻ ഇന്ന് പൽക്കാലം കടന്നു വരുന്നത് ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനികൾ എന്നുള്ളതായി യൂണിഫോം ഇട്ടിരിക്കുന്നത്. And this morning I want to talk about how we as Christians are wearing a similar uniform. നമ്മുടെ ജീവിതത്തിൽ നാം യൂണിഫോം ഇടുന്നവരായിട്ട്, അല്ലെങ്കിൽ ഒരു അനുയായി, അല്ലെങ്കിൽ ഒരു അനുഗാമി, അല്ലെങ്കിൽ ഒരു പിൻഗാമി ആയിരിക്കുക, അല്ലെങ്കിൽ ഫോളോവർ ആയിരിക്കുക എന്നുള്ളതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. But what I want to tell you is that God does not desire that we wear a uniform or we are such a follower. നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചത് ക്രിസ്ത്യാനി എന്ന് പറയപ്പെടുന്നതായ ഒരു യൂണിഫോം ഇടുവാനായിട്ടല്ല. കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ശിഷ്യനായിരിക്കാനാണ്. But God did not call us and set us apart to wear this uniform of a Christian, but to be a soldier. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ അതാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. And that is what we read in the verse we read. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്. Here is what Christ said. കർത്താവ് പറഞ്ഞു, യേശു പറഞ്ഞു ഇങ്ങനെയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്താണ് ആ വാസ്തവമായി, റിയലി എന്നുള്ളതായ വാസ്തവമായി എന്നുള്ളത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. And that's what we read. Jesus said, if you hold to my teachings, you are really the focus on the word really my disciples. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ അനുഗമിക്കുന്നത് വാസ്തവമായി ദൈവത്തെ അനുഗമിക്കണം. In our life we must really follow Christ. ഒരു യഥാർത്ഥ ശിഷ്യനായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെതായ ലക്ഷ്യമായിരിക്കേണ്ടത്. The goal of our life is to be a true disciple. ഒരു യഥാർത്ഥ
ശിഷ്യന് മാത്രമേ ഹല്ലേലൂയ ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. Only a true disciple can stand firm on the word. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പേരുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം കഴിയും. Like I said, we can be a namesake follower. ആമേൻ. നമ്മുടെ കർത്താവ് തന്നെ ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക പുരുഷാരമാണ് കർത്താവിനെ അനുഗമിച്ചതായ വ്യക്തികൾ നമുക്ക് കാണാൻ കഴിയും. We see when Jesus was on the earth, the crowds followed him everywhere. പ്രത്യേകിച്ച് നാം സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കർത്താവ് പോയിടത്തെല്ലാം ജനക്കൂട്ടം പുരുഷാരം അവനെ അനുഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. We see in the Gospels that wherever Jesus went, there were crowds with him. അനേകർ കർത്താവിൻ്റെതായ പഠിപ്പിക്കലുകൾ ശ്രദ്ധിക്കുകയും ഹല്ലേലൂയ അവന്റെ അത്ഭുതങ്ങൾ കാണുകയും അത് മാത്രമല്ല കർത്താവ് ഹല്ലേലൂയ 5 അപ്പവും 2 മീനും അതുപോലെ 7 അപ്പമൊക്കെയും കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ കർത്താവ് കൊടുത്തത് വാങ്ങി ഭക്ഷിക്കുകയും ചെയ്തവരാണ്. They listened to his sermons, they saw the miracles, they even consumed the miraculous food of where he fed 5,000 men. എന്നാൽ അവരെല്ലാവരും ദൈവമായ കർത്താവിന്റെ ശിഷ്യന്മാരല്ലായിരുന്നു. ചിലർ മാത്രമേ കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കാൻ കഴിഞ്ഞുള്ളൂ. But they were all not disciples, but only a few were his disciples. ഞാൻ പറഞ്ഞു വരുന്നത് നാം അതായത് ആരാധനയ്ക്ക് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് വന്ന് ചേർന്നത് കൊണ്ടോ ഒന്നിച്ച് പാടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഞാനും നിങ്ങളും അവൻ ഒരു കർത്താവിന്റെ ശിഷ്യനായി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായി മാറുവാൻ കഴിയില്ല. Just being in a fellowship, singing together, praying together does not make you a disciple. ഹല്ലേലൂയ. അതിന്റെ ആ വാക്കിന്റെ അർത്ഥം എന്നത് ചോദിച്ചാൽ ഇവിടെ നമ്മൾ വായിച്ചതായ ആ വാക്യത്തിന് അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഹല്ലേലൂയ നാം യഥാർത്ഥത്തിൽ അവൻ കർത്താവിൻ്റെതായ പാതകളെ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ തക്കവണ്ണം വെച്ചു പോയിരിക്കുന്ന മാതൃക അവൻ പിൻപറ്റുന്നവരായിരിക്കണം. So what it means is that we have to follow the true examples where we follow the footsteps of our Lord Jesus. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് ഹല്ലേലൂയ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യനായി തീരണമെന്നുള്ളതാണ്. What it reads that you must really truly be my disciples. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഉപദേശത്തിൽ നിലനിൽക്കണം. Which means you must stand in the teachings of the Lord. ആമേൻ. എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ഈ ചട്ടക്കൂട് കൊണ്ട് മാത്രം പോരാ. ചട്ടക്കൂട് ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, പേര് ആവശ്യമാണ്, എല്ലാ കവറിങ് എല്ലാം നല്ലതാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനോട് ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടായിരിക്കണം. We must have all the external dwellings, but what we really need is a true commitment to our Lord. ആമേൻ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് അവൻ ദൈവത്തിന്റെ ആത്മാവിന് ചോദിക്കുവാനുള്ളതായ ചോദ്യം ഇത് തന്നെയാണ്. നാം യഥാർത്ഥത്തിൽ നമ്മുടെ കർത്താവിനെ അനുഗമിക്കുന്നതായ ശിഷ്യനാണോ ശിഷ്യയാണോ എന്നുള്ളതായ ചോദ്യമാണ്. The Spirit of the Lord is asking the question this morning, are you truly a disciple of the Lord? ഇന്ന് പൽക്കാലം നമ്മൾ ഒന്നാമത് ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നതായ വിഷയമെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ a disciple abides in the word of God. ദൈവ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. A true disciple is a one who abides in the word of the Lord. Can you change the slide to for some reason it's not connecting. My phone is not connecting. Anyway, അടുത്തതായ ഇത്രയും കാര്യങ്ങളാണ് ഹല്ലേലൂയ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്പർ 1 abides in the word of God. Number 2 what? Love others. Number 3 spiritual fruit. Number 4 it's very hard to read from here. നമുക്ക് ഹല്ലേലൂയ എന്നാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കാൻ തക്കവണ്ണം പോവാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ എൻ്റെ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നുവില്ല. abiding in the word of God. ദൈവ വചനത്തിൽ ഉറച്ചു നിൽക്കുക. The first thing is we must stand firm, abide in the word of God. ആമേൻ. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെതായ വചനത്തിൽ
പിടിച്ച് ഉറച്ചു നിൽക്കുക. What that means is to hold on to the word of God. നിങ്ങൾ എത്ര പേര് എനിക്കറിയത്തില്ല, കുഞ്ഞുങ്ങളെ അറിയത്തില്ല, കുഞ്ഞുങ്ങളെ വരെ യാത്ര ചെയ്തവർ, നമ്മളെ നാട്ടിൽ ബസ്സിൽ യാത്ര ചെയ്തവർ എത്ര പേരുണ്ട്? How many of you have traveled in a bus in Kerala? ഞാൻ ചോദിക്കുന്നത്, സീറ്റ് കിട്ടാതെ ബസ്സിൽ നിന്ന് പോയവർ എത്ര പേരുണ്ട്? How many have stood and traveled in a bus? ആമേൻ. ഈ സീറ്റ് കിട്ടാതെ, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആളുകളൊക്കെ അവൻ സീറ്റ് അത് അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഇവൻ മുകളിലത്തെ കമ്പി പോലും ശരിക്ക് പിടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു തൂണൊക്കെ ഉണ്ടെങ്കിലേ അടുത്ത് ചെന്നു. അപ്പോൾ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ അപ്പോഴെല്ലാം നമ്മൾ പിടിക്കുന്നത് ഈ ഗ്രിപ്പിലാണ്, ഈ തൂണിലാണ്, അല്ലെങ്കിൽ മുകളിലാണ്. മുകളിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ അവിടെ കയറി പിടിക്കും. എവിടൊക്കെ പിടിക്കാമോ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ അവൻ പെട്ടെന്ന് ചാടും. അത് ബ്രേക്ക് ചവിട്ടുമ്പോൾ എല്ലാം നമ്മുടെ ബോഡി ഒലുകയാണ്. ആ സമയത്തെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് പിടിക്കാവുന്നിടത്ത് കയറി പിടിക്കും എന്നുള്ളതാണ്. And what happens is you need to hold on to something as these buses will swerve left and right and you will be thrown about. So you need to hold on to something. ആമേൻ. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെതായ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം ക്രിസ്ത്യാനികളാണെങ്കിൽ, ദൈവമക്കളാണെങ്കിൽ, നാം ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയാലും കയറി പിടിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ വാക്തത്വങ്ങളായിരിക്കുന്ന, ദൈവത്തിൻ്റെതായ അടിസ്ഥാന ഉപദേശങ്ങളായിരിക്കുന്ന വചനമായിരിക്കണം. And therefore, if you are a true disciple, you must hold on to the word of God. ആമേൻ. എന്നെയും നിങ്ങളെയും അതായത് പറത്തിക്കളയുവാൻ തക്കവണ്ണം കടന്നു വരുന്നതായ കൊടുങ്കാറ്റുകൾ കടന്നു വന്നേക്കാം. There may be storms that will uproot you. ആമേൻ. ഹല്ലേലൂയ. നാം മരുഭൂമിയിലായിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മെ കരിച്ചു കളയുന്നതായ നിലയിലുള്ളതായ ഉഷ്ണക്കാറ്റ് വന്ന് പതിച്ചേക്കാം. Or you may be in like a desert, the heat waves that will scorch you. അപ്പോൾ ചിലപ്പോൾ ആഴക്കടലിലൂടെ കടന്നു പോകുന്നതായ സമയത്ത് ഹല്ലേലൂയ നിങ്ങളെ അതായത് മൊത്തമായി മുക്കിക്കളയുന്ന തരത്തിലുള്ളതായ വലിയ തിരമാലകൾ നിങ്ങൾ കണ്ടെന്ന് വന്നേക്കാം. You may see the waves that will submerge you into the deep waters. എന്നാൽ കാലം എനിക്ക് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെതായ വചനത്തിൽ നാം കയറി പിടിച്ചാൽ ദൈവത്തിൻ്റെതായ വചനം നമുക്ക് ഹല്ലേലൂയ സങ്കേതമായി, കോട്ടയായി, ഉറപ്പുള്ള തൂണായി, പാറയായി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു ശിഷ്യനും പതറിപ്പോകേണ്ടി വരികയില്ല. But if you hold on to the word of God, which is like a fortress, which is like a pillar, you will not be swerved. ആമേൻ. ദൈവത്തിൻ്റെതായ വചനത്തെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് അത് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നാണല്ലോ. That's why we read your word is a lamp unto my feet and a light unto my path. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതായ അവൻ വചനത്തിൻ്റെതായ വെളിച്ചം അല്ലെങ്കിൽ നമ്മളിൽ കൊണ്ട് നടക്കുന്നതായ ഈ വേദപുസ്തകത്തിലുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ഇതിനെ മുറുകെ പിടിക്കണം എന്നേ ഉള്ളൂ. The light that we need in our life is there in the word of God that we have. The only thing, you must hold on tightly to ഞാൻ it. നേരത്തെ ബസിന്റെ കാര്യം പറഞ്ഞതുപോലെ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് കയറി പിടിക്കുവാനായിട്ട് ഒരു ഗ്രിപ്പ് കിട്ടിയാൽ നമ്മൾ ചാടി കയറി പിടിക്കും. Like you were in a bus, no matter which way the bus turns, you must hold on to a grip you will. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായ ചിന്തകൾ എന്തെന്ന് എനിക്കറിയില്ല. I do not know what thoughts are going through your mind right now. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. I don't know the problems you're going through. നിങ്ങളുടെ അതായത് വല്ലാതെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് എനിക്കറിയില്ല. I don't know what are the trying circumstances you're എന്നാൽ facing. എനിക്ക് ഒരു കാര്യം പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്, ദൈവവചനത്തിന് നമ്മുടെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. But what I can tell you is the word is the solution to all your problems. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഓരോ തീരുമാനത്തിലും, നമ്മുടെ ഓരോ ഗതിയിലും, നമ്മുടെ ഓരോ എടുത്തു വയ്ക്കുന്നതായ പടികളിലും ദൈവ സാന്നിധ്യത്തിൻ്റെതായ നിറവിൽ നമുക്ക് നിൽക്കാമെങ്കിൽ ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മെ മുന്നോട്ട് നയിക്കും. In every decision you take, every
every step that you take, if you can rely on God, He will guide you. നമ്മൾ ബഥാനിയയിലുള്ളതായ ആ കുടുംബത്തെ എടുത്ത് നോക്കിയാൽ ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഹല്ലേലൂയ മേരിയെക്കുറിച്ച്, ഹല്ലേലൂയ മറിയയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവൾ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ഹല്ലേലൂയ കർത്താവ് പറയുന്നത് കേൾക്കുവാൻ, പഠിക്കുവാൻ, അത് അനുവർത്തിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് കാണുവാൻ തക്കവണ്ണം If you കഴിയും. look at the family in Bethany, Mary and Martha, they sat at the foot of Jesus and they listened to every word that He spoke. ആമേൻ. ഇന്ന് പൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, ഓരോ ദിവസവും നമ്മുടെ ജീവിതയാത്ര ആമേൻ നാം തുടങ്ങുന്നതിന് മുമ്പേ ഹല്ലേലൂയ നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ഓരോ ദിവസവും ദൈവവചനത്തോടുകൂടെ ദൈവവചനത്തിൻ്റെതായ ഹല്ലേലൂയ ആ ഗ്രിപ്പിൽ കയറി പിടിച്ചുകൊണ്ട് നമ്മുടെ യാത്ര ആരംഭിക്കുന്നുവെങ്കിൽ അവൻ ഉറയുന്ന സാഹചര്യത്തിൽ നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ എൻ്റെ ദൈവത്തിൻ്റെതായ വചനം നിങ്ങളെ സഹായിക്കും. In every journey, every day, if you start with the word of God, the word will keep you firm and steady. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതായ വൃക്ഷത്തിൻ്റെതായ പ്രത്യേകത എന്താണ്? As we read in the word, what is the peculiarity of a tree that is beside the waters? മരുഭൂമിയിൽ നട്ടിരിക്കുന്നതായ വൃക്ഷവും ഹല്ലേലൂയ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. There is a big difference between a tree in a desert and a tree by the waters. ആമേൻ. ഹല്ലേലൂയ. അത് ആറ്റരികത്തിൽ നട്ടിരിക്കുന്നതായ വൃക്ഷത്തിന് എപ്പോഴും വെള്ളവുമായിട്ട് ഒരു അടുത്ത ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കും. The tree planted by the water is always connected to the water. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹല്ലേലൂയ അടിസ്ഥാനമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് ദൈവത്തിന്റെ വചനമായിരിക്കണം. അത് എപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കണം. Every time, at all times, our foundations must be the word of God. അതേസമയം നാം ദൈവവചനത്തെ അവഗണിക്കുമ്പോൾ നാം അവതാളത്തിലും അപകടത്തിലും ചെന്നുപെടാൻ സാധ്യതയുണ്ട്. But at the same time, if you ignore the word of God, it will lead you to danger. ആമേൻ. നമ്മൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. If you turn to Joshua chapter 1 verse 8, this is what we read. ഒന്ന് വായിക്കാമോ? 1:8. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 8. ആ ആ എന്താണ് അവിടെ പറയുന്നത്? വായിച്ചോ. Do not let this book of the law depart from your mouth. Meditate on it day and night, so that you may be careful to do everything written in it. Then you will be prosperous and successful. എന്താണ് ഇവിടെ പറയപ്പെടുന്നതായ ന്യായപ്രമാണ പുസ്തകം എന്ന് പറഞ്ഞാൽ? What is the law, book of law that is referred to here? നമ്മുടെ കയ്യിലുള്ളതായ ന്യായപ്രമാണം ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. The book of the law talks about God. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നീ അത് പ്രമാണിച്ച് നടന്നാൽ, What it says is, if you obey the book of the law. അത് എപ്പോഴൊക്കെ പ്രമാണിക്കണമെന്നാ പറയുന്നത്? What does it say? When all must you follow that? അവിടെ പറയുന്നു നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. It says day and night you must meditate on it. അപ്പോൾ നാം രാവും പകലും ദൈവത്തിൻ്റെതായ വചനം ധ്യാനിച്ചാൽ, So what if you meditate on it day and night? ആമേൻ, ആ പുസ്തകത്തിലുള്ളത് നമ്മൾ പ്രമാണിച്ചാൽ, If you follow what is written in the book, നമ്മുടെ വായിൽ നിന്ന് അത് മാറ്റാതിരുന്നാൽ, if it does not depart from your mouth, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് നീക്കാതിരുന്നാൽ, if you do not remove it from your heart, അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്ലസ് പോയിന്റ് അവിടെ ഓർപ്പിക്കുന്നു. there is an important positive there. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തി സാധിക്കും. It says your work will be successful. ആമേൻ. നിങ്ങളത് കേട്ടോ? നമ്മുടെ പ്രവൃത്തി സാധിക്കണമെങ്കിൽ, If your work must be successful, ആമേൻ, നമ്മുടെ പ്രവൃത്തി സാധ്യമായി മാറണമെങ്കിൽ, if your endeavors must become possible, ദൈവത്തിന്റെ വചനം പറയുന്നത് നീ വചനത്തിൽ നിന്ന് മാറരുത്. the word of God says you must not depart from the word. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മെ വചനത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കുന്നതായ ശക്തികളുണ്ട്. There are forces in this world that is trying to move you from the word of God.
സാത്താനും അവന്റെ കിങ്കരന്മാരും നമ്മെ വചനത്തിൽ നിന്ന് വിലക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ട് പോകുവാൻ ശ്രമിക്കുകയാണ്. Satan and his forces are trying to move you away from the word. അവൻ നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ശ്രദ്ധ മാറ്റിയിട്ട് ഹല്ലേലൂയ മറ്റു പലതിലേക്ക് നമ്മെ അകറ്റിക്കൊണ്ട് പോകുന്ന ഒരു പ്രവണതയുടെ മധ്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. We are in the midst of the temptations that is trying to remove you from the word. എന്നാൽ ദൈവവചനം ഇവിടെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും കാര്യം സാധിക്കണമെങ്കിൽ, ആഗ്രഹങ്ങൾ സബലീകരിക്കണമെങ്കിൽ നാം ദൈവവചനത്തിന് കൊടുക്കേണ്ടതായ പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നമ്മൾ നൽകണം. What the word says is that if you want to be successful, you must prioritize the word of God. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ തക്കവണ്ണം കഴിയുള്ളൂ. Only then can we be a true disciple of Christ. അല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം, ക്രിസ്ത്യാനി എന്നുള്ള യൂണിഫോം ഇട്ടുകൊണ്ട് നമുക്ക് നടക്കാം. Or else we are like I said earlier, wearing the uniform of a Christian. അപ്പോൾ രണ്ടാമത് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ളതായ കാര്യം, സെക്കൻഡ് പോയിന്റ്, എ ഡിസൈപ്പിൾ ലവ് അതേഴ്സ്. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായിരിക്കണം. A true Christian is a disciple is one who loves others. നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാമത്തെ വാക്യം, 34-ഉം 35-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. John chapter 13 verse 34 and 35. One second point. Okay, yeah. ആമേൻ. അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. It says, I give you a new commandment, love one another. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. It says you must love one another as I loved you. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം അവിടെ കർത്താവ് പറയുകയാണ്. There is another important thing Jesus says. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ, It says if you love one another, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ആരറിയും? എല്ലാവരും അറിയും. and says if you love one another, all men will know this. ആമേൻ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും അറിയും, നമ്മെക്കുറിച്ച് എല്ലാവരും അറിയും. അവൻ ഒരു ശിഷ്യനെ എല്ലാവർക്കും തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. Everyone will know and recognize a disciple. അവൻ ഇത് ദൃശ്യമായ കാഴ്ച കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു അടയാളമാണ്. And this is a very visible symbol. ഹല്ലേലൂയ. അപ്പോൾ ലോകം യഥാർത്ഥത്തിൽ ശിഷ്യന്മാരെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? So how does the world recognize a disciple? നമ്മുടെ മനോഭാവം കണ്ടിട്ട്, നമ്മുടെ വ്യത്യാസം കണ്ടിട്ട്, നമ്മുടേതായ ജീവിതത്തിൻ്റെതായ ശൈലി കണ്ടിട്ട് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും ഇവൻ യഥാർത്ഥത്തിൽ അവൻ യേശുവിനെ, ദൈവത്തെ, കർത്താവിനെ അവൻ അനുഗമിക്കുന്നവനെന്ന്. When they see our attitude, our lifestyle and the difference, they will recognize here is a man who loves Jesus. അവൻ ഹല്ലേലൂയ നമ്മുടെ സ്ഥാനപ്പേരുകൾ കൊണ്ടോ നമ്മുടെ പദവികൾ കൊണ്ടല്ല ഹല്ലേലൂയ ലോകം നമ്മെ അറിയുന്നത്. ഹല്ലേലൂയ നമ്മുടെ സ്വഭാവ വിശേഷത കൊണ്ട് നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നത് ലോകത്തിന് അറിയത്തക്ക വിധത്തിൽ അവിടെ അവൻ ചില വ്യത്യാസങ്ങൾ The ഉണ്ടായിരിക്കും. world does not recognize us by the position but by our character. എന്തായിരിക്കും ഇങ്ങനെയുള്ളതായ വ്യത്യാസങ്ങളൊക്കെ? What may be the differences then? അവൻ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ യൂത്ത് മീറ്റിംഗിൽ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി അതിനെക്കുറിച്ച്. In the previous youth meeting we spoke about it. തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നതായ പല കാര്യങ്ങൾ പറയുകയുണ്ടായി. And what Timothy talks about Paul. ആമേൻ. ഞാൻ പറയുന്നത് ഹല്ലേലൂയ ഒരു യഥാർത്ഥ ദൈവഭക്തനാണെങ്കിൽ ഹല്ലേലൂയ അവൻ യോഗത്തിന് അല്ലെങ്കിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോഴും ആരാധനയിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴും വീട്ടിൽ പോകുമ്പോഴും അവൻ ആരായിരിക്കും? ക്രിസ്ത്യാനിയായിരിക്കും. A Christian will be one at church, off church, at home. He will have the same character. ആമേൻ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ പുതിയ ഡ്രസ്സ് ഇടും.
What we do is when we come to worship, we put on a new attire. അല്ലെങ്കിൽ ആരാധനയ്ക്ക് കടന്നു വരാൻ തുടങ്ങുമ്പോഴേ അപ്പോൾ തൊട്ട് നമ്മൾ ഒരു പുതിയ ഡ്രസ്സുമായിട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ തൊട്ട് ഒരു പുതിയ ഒരു അവസ്ഥയിൽ പുതിയ ഒരു ചിന്തയിലൂടെ ആയിരിക്കും കടന്നു വരുന്നത്. When we come to worship, we put on an attire and attitude. വളരെ ഭക്തിയോടുകൂടെ പയസ്സോടുകൂടെ വളരെ അവൻ ഭക്തി പരിസരം കടന്നു വന്ന് ആരാധിക്കുകയും പങ്കുകൊണ്ടിട്ട് അത് ആരാധനയ്ക്ക് പോയി ഭവനത്തിൽ കടന്നു പോയതിനു ശേഷം അല്ലെങ്കിൽ ആ വേദപുസ്തകം കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഒരു മൂലയ്ക്ക് വയ്ക്കുന്നത് പോലെ നമ്മുടെ വേഷവും ക്രിസ്ത്യാനി എന്നുള്ളതായ വേഷം നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ പൊതുവെ പറയുന്ന കാര്യമാണ്. I do not speak about you, but in general observation, they put on this pious, holy attitude. They go home, they put the Bibles and that attitude in a corner. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ കൈ കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? When they come to worship, they extend their hand and say this. വളരെ ഭവ്യതയോടുകൂടെ ഭക്തിപരസരമായിട്ട് പ്രൈസ് ലോർഡ്, എന്തുണ്ട് ബ്രദറെ, എന്തുണ്ട് സഹോദരി എന്നൊക്കെ പറഞ്ഞായിരിക്കും സംസാരിക്കുന്നത്. They will say, praise the Lord, how are you, brother, sister? എന്നാൽ അതൊക്കെ വിട്ടിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ എങ്ങനെ ഇരിക്കും? But when you go to work, what is that attitude? ഹല്ലേലൂയ. നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? How are we with our friends? ഹല്ലേലൂയ. ഞാൻ പ്രത്യേകിച്ച് സ്കൂളിൽ കടന്നു പോകുന്നതായി കുഞ്ഞുങ്ങളോടും കൂടെ പറയുകയാണ്. I refer to the kids who go to school. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ ഇവിടെ ആയിരിക്കുന്നുവോ അതുപോലെ തന്നെ ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും സ്വഭാവം കണ്ടിട്ട് ഇവനിലൊരു വ്യത്യാസമുണ്ട്, ഇവളൊരു വ്യത്യാസമുണ്ടെന്ന് ലോകം തിരിച്ചറിയണം. When how you present here is how you must present yourself at school, and the world should see the difference between you and them. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ വാക്കിൽ സ്നേഹമുണ്ടായിരിക്കണം. In our words there must be love. ആമേൻ. നമ്മുടേതായ വാക്കുകൾക്ക് നമ്മുടെ കോൺവെർസേഷനിൽ കൃപയോടുകൂടിയതായിരിക്കണം. Our conversations must be filled with grace. ഹല്ലേലൂയ. നമ്മെ പ്രകോപിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ ഹല്ലേലൂയ ആമേൻ അതായത് നമ്മുടെ ഉള്ളിലുള്ളതായ ആമേൻ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആമേൻ സാത്താൻ പലതരത്തിലുള്ള അല്ലെങ്കിൽ ലോകം പലതരത്തിലുള്ളതായ ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. In our life, the world and Satan will try to entice you to show your character and bring challenges your way. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയാലും ദൈവവചനത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഒരു ക്രിസ്തു ശിഷ്യൻ ഹല്ലേലൂയ അവൻ നാട്ടിലും വീട്ടിലും ജോലിയിലും ഹല്ലേലൂയ അവൻ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കണം. But what the Lord desires as a Christian is one at home, at office, in school, everywhere is the same. അവൻ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ കൂടി ഞാൻ സംസാരിക്കുമ്പോൾ പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് നിങ്ങളുടെ വാക്കുകളെ ഹല്ലേലൂയ ഒരു യഥാർത്ഥ ദൈവ പൈതലാണ് എന്ന് റിഫ്ലക്റ്റ് ചെയ്യുമാറുള്ളത് രീതിയിൽ വേണം ഞങ്ങൾ അതായത് പെരുമാറുവാൻ. Our parents must behave with the children in a way that demonstrates the love of God. പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ഹല്ലേലൂയ അവൻ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കാത്ത ഒരു അവൻ ഫാമിലി മെമ്പർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രത്യേകത നീ സ്നാനപ്പെട്ടതാണ് അല്ലെങ്കിൽ നീ കർത്താവിനെ രക്ഷിച്ചതാണ് എന്നുള്ള പ്രത്യേകത ആ വ്യക്തി മനസ്സിലാക്കണം. If an unbeliever is in your home, they must see your difference and understand the peculiarity of a Christian. നമ്മൾ നിങ്ങളുടെ പിയേഴ്സുമായിട്ട് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇടപെടുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് തന്നെ കൃപയോടുകൂടി ആയിരിക്കും. അവൻ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും നീ ഉപയോഗിക്കാൻ പാടില്ല. When we interact with our colleagues, we cannot use the same words that they may use. അവർക്ക് റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവർക്ക് ഏത് വാക്കും ഉപയോഗിക്കാം. A to Z വരെ ഏത് വാക്കുകൊണ്ട് ഏത് ലെറ്റർ കൊണ്ടുമുള്ളതായ വേണ്ടാത്ത കാര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാം. They are unconstrained. They can use any word in the dictionary. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്നേഹത്തോടുകൂടെ ദൈവ സ്നേഹത്തോടുകൂടെ വേണം നമ്മൾ കോൺവെർസേഷൻ നടത്തുവാൻ. We must have our conversations in the love of Christ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവരാണെന്ന് മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുമ്പോൾ അറിയണം ഇവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന്. When others can see that character, the
love of God in you, they will recognize you are a true Christian. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളവരെ നമ്മൾ ഒരിക്കലും ഒരു നിലയിലും അവഗണിക്കുവാൻ പാടില്ല. We must never neglect those in need. ആമേൻ. കർത്താവ് തന്നെ അതായത് ഗുഡ് സമരിറ്റനെ കുറിച്ച്, നല്ല സമരിയക്കാരനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? ഹല്ലേലൂയ. അവന് ആ കർത്താവിടെ പറയുന്നതായ ആ പാരബിളിൽ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ യഥാർത്ഥത്തിൽ മറ്റുള്ളവനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതായ ഒരു ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. When we look at the parable of the Good Samaritan, what we learn is how we must be helpful to others. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വരുന്നതായ സാധ്യത അവൻ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി ഹല്ലേലൂയ നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടതായ ഹല്ലേലൂയ ബഹുമാനം കൊടുക്കുവാൻ, സഹോദരന് കൊടുക്കേണ്ടതായ ബഹുമാനം കൊടുക്കുവാൻ, സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ളതായ ഡീക്കൻസിന്, പാസ്റ്റേഴ്സിന് അവർക്കെല്ലാം കൊടുക്കേണ്ടതായ ബഹുമാനം കൊടുത്തു വേണം നമ്മൾ സംസാരിക്കുവാൻ. If we have the love of God, we will show the love to our fellow believers, our respect our parents, the church elders. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. These days may God give us the strength to remain in him. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് എ ഡിസൈപ്പിൾ ബേഴ്സ് സ്പിരിച്വൽ ഫ്രൂട്ട്. ഒരു ശിഷ്യൻ ആത്മീയമായ ഫലം അവൻ പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിരിക്കും. A disciple is one who bears spiritual fruit. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചത് അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് അവൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ 15:8 വായിക്കാമോ? John chapter 15 verse 8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? നാം ഫലം കായ്ച്ചാൽ, നേരത്തെ പറഞ്ഞു ഫലം കായ്ക്കണം. ഫലം കായ്ച്ചാൽ എന്താ സംഭവിക്കുന്നത്? പിതാവ് മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. And we say we must bear fruit, and when we bear fruit, our Father takes the glory. അതായത് ഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. ഗലാത്യ ലേഖനം 5:22 മുതലുള്ളതായ വേദഭാഗങ്ങൾ. When we think about the fruit, we are immediately concerned about Galatians chapter 5 verse 22. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞ് ഒരു വലിയ ഒരു പട്ടിക നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. And we read a long list of the fruits of the Spirit. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല എന്ന്. And we read the fruit of the Spirit is love, joy, peace, patience, kindness, goodness, and against such things there is no law. ഞാനൊരു ഉദാഹരണം പറയാം. കർത്താവ് തന്നെ കാണിച്ച ഒരു ഉദാഹരണം ഞാൻ പറയാം. I want to share an example that Jesus did. കർത്താവ് തന്നെ കർത്താവിനെ അതായത് പാത്തിരുന്ന് കണ്ടതായ ഒരു വ്യക്തിയുണ്ട്. ആരാണ്? സക്കായി. സക്കായിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സക്കായിയുടെ ഭവനത്തിലേക്ക് യേശു വന്നു കഴിഞ്ഞപ്പോൾ ഇന്നതൊക്കെ ചെയ്യണമെന്ന് കർത്താവ് അങ്ങോട്ട് പറഞ്ഞില്ല. കർത്താവിനെ കണ്ട മാത്രമല്ല അവൻ അങ്ങോട്ട് പറയുകയായിരുന്നു മാറ്റങ്ങൾ, ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് മാറി അത് ഒരു മാനസാന്തരപ്പെട്ടതായ സക്കായിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. We know the story of Zacchaeus. When Jesus met him, Jesus didn't instruct him what must change, but he recognized and he himself offered to make the changes. ഞാൻ പറഞ്ഞതായ സാർ, നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായ യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ ഈ പറയപ്പെടുന്നതായ ഫലത്തോടു കൂടി ആയിരിക്കും നാം നടക്കുന്നത്. If you are a true disciple, we will show that we can bear this അപ്പോൾ fruit. യഥാർത്ഥത്തിൽ ആ ഫലവുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ അവൻ നമ്മെ കാണുന്നതായ അവൻ ജനത്തിന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും എന്നിലെയും നിങ്ങളിലെയും ഫലം. When others can see that you bear the fruit, they will see that you are a disciple. അതുമാത്രമല്ല ദൈവത്തിൻ്റെതായ നാമം അത് മുഖാന്തരം അവൻ മഹത്വപ്പെടുവാനും ഇടയായിത്തീരും. And through that our Father's name will be glorified. നാലാമതായി എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാനൊക്കെ സമയം പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് അടുത്ത പോയിന്റിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. I want to keep moving forward. A disciple remains faithful to Christ. Hallelujah. ഒരു ശിഷ്യൻ
ശിഷ്യൻ ക്രിസ്തുവിനോട് എപ്പോഴും വിശ്വസ്തനായിരിക്കും, വിശ്വസ്തയായിരിക്കും. A disciple is one who remains faithful to Christ. ഹല്ലേലൂയ. അവിടെ നമ്മൾ ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. In Revelation chapter 2 verse 10 we read this. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. Do not be afraid of what you're about to suffer. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു. I tell you, the devil will put some of you in prison to test you. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. You will suffer for 10 days. എന്നാൽ അടുത്ത് വായിക്കുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. And then we read, be faithful even to the point of death. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. And then I will give you the crown of life. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഡെസ്റ്റിനി എന്തെന്ന് ചോദിച്ചാൽ, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വന്നതായ സമയത്ത് എന്റെയും നിങ്ങളുടെയും തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മരണപര്യന്തം വിശ്വസ്തയായിരിക്ക, എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കുമെന്നാണ്. When we were all baptized in water, when we come out of the water, the pastor lays the hand and say, be faithful to death and I will give you the crown of life. ഇന്ന് പൽക്കാലം കടന്നു വന്നിരിക്കുന്നതായി ദൈവജനമേ, എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മളെ എത്ര നല്ല ഹൈ പൊസിഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടായിരുന്നു, നിങ്ങളുടെ അതായത് സമൂഹത്തിലെ സ്ഥാനം എന്തായിരുന്നു എന്നല്ല കർത്താവ് ചോദിക്കുന്നത്, നീ വിശ്വസ്തനായിരുന്നോ എന്നാണ്. God does not care how much money you made, what is your position in the society. He asks you, were you faithful to the end? ആ ഭാഗത്തു നിന്നും പല കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയം പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. As I'm running out of time, let me conclude fast. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് പൽക്കാലം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കുന്നതായ ചോദ്യം എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഗമിക്കുന്നതായ ശിഷ്യന്മാരാണോ അതോ നാം വെറുതെ അനുഗമിക്കുന്നവരാണോ? Here is a question we must ask ourselves this morning. Are we truly a follower of Christ? മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നാം വെറും അനുയായികളാണോ അതോ ക്രിസ്ത്യാനികളാണോ? Are we just a follower or are we a Christian? നാം വെറുതെ അതായത് പിൻപറ്റുന്നവരാണോ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണോ? Are we just a follower or a true disciple? ഇന്ന് കാലം ദൈവവചനം കേട്ടതായി ദൈവജനമേ, നമ്മുടെ ജീവിതത്തെ 1 മിനിറ്റ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. May we submit our life to God this morning. എല്ലാവരും ഒന്ന് 1 മിനിറ്റ് തലകളെ ഒന്ന് വടക്കിയാട്ട്. May we bow our heads in His presence. കർത്താവേ, കേട്ടതായ ദൈവവചനത്തിന് മുമ്പാകെ ഹല്ലേലൂയ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can pray this morning, God, I submit myself to the word. കർത്താവേ, എനിക്ക് വെറുതെ അങ്ങേ അതായത് അനുഗമിക്കുകയല്ല, യഥാർത്ഥ ശിഷ്യത്വം വഹിക്കുവാൻ, ശിഷ്യയായിരിക്കാൻ കർത്താവേ കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. Can we pray, Lord, I don't want to be a follower, but I want to be truly your disciple. ആമേൻ. പരിശുദ്ധ പിതാവേ, ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെല്ലാവരും വെറും നാമമാത്രമായ ക്രിസ്ത്യാനികളായിട്ടല്ല, അവിടുത്തെ ശിഷ്യരായിരിക്കുന്ന യഥാർത്ഥ ക്രിസ്ത്യാനികളായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Now let's sing and worship our God with our English songs.